നമസ്കാരം. ഈ രാജ്യത്തിന്റെ യുവത്വം ഇന്ന് തെരുവിലാണ്. CBSE നീറ്റ് പരീക്ഷകൾ കുളം തോണ്ടിയ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിൽ പ്രതിഷേധമിരമ്പി. വന്ദേ മാതരവും ജയ് ഭീമും ഇൻകുലാബും വിളിച്ചെത്തിയ യുവാക്കളെ ഡൽഹി പോലീസ് മർദ്ദിച്ചൊതുക്കി. ജന്തർ മന്ദറിലെ സമരപ്പന്തലുകൾ പൊളിച്ചുമാറ്റി. ടിയർ ഗ്യാസ് വർഷിച്ചും ബാരിക്കേഡ് കെട്ടിയും ഈ സമരവീര്യത്തെ തകർക്കാനാകുമോ? സർക്കാരിന് എത്ര കാലം കണ്ണടയ്ക്കാൻ കഴിയും? വരൂ, ഈ തെരുവിന്റെ രോഷം കാണൂ. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ പി സന്തോഷ് കുമാർ MP, SFIയുടെ ദേശീയ പ്രസിഡന്റ് ആദർശം സജി, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ VP ശ്രീപത്മനാഭൻ, അധ്യാപകൻ ആയ ശ്രീ ദിനു വെയിൽ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ നിജേഷ് അരവിന്ദ്, അതുപോലെ തന്നെ CJPയെ പ്രതിനിധീകരിച്ച് ശ്രീമതി രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ സന്തോഷ് കുമാർ, ഇന്ന് ഡൽഹിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അഭൂതപൂർവമായ പ്രതിഷേധം. ഡൽഹി പോലീസിന്റെ എസ്റ്റിമേറ്റിനൊക്കെ അപ്പുറത്ത് ആളുകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,000-ത്തിലധികം പ്രതിഷേധക്കാർ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ആ സമരത്തെ അടിച്ചമർത്തുക എന്ന സമീപനം സ്വീകരിക്കുന്നു. സമരപ്പന്തലുകൾ പൊളിച്ചു മാറ്റുന്നു. പക്ഷെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് യുവാക്കൾ പറയുന്നു. ഇത് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി പരിണമിക്കുകയാണോ? വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി പരിഗണിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു കൃത്യ ഉത്തരം പറയുക സാധ്യമല്ല. പക്ഷേ സമീപകാലത്ത് ഡൽഹി കണ്ട യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധമാണ് എന്ന് അതിനെ നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദർശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്കാണ് ആ കാര്യം കുറേ കൂടി നന്നായി പറയാൻ പറ്റുക എന്ന് ഞാൻ വിചാരിക്കുന്നു. AISFഉം SFIയും ഐസയും ഉൾപ്പെടെയുള്ള ലെഫ്റ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ അതിൻ്റെ സജീവ ഭാഗമായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഡൽഹി പോലീസ് അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. ഇവർ പെർമിഷൻ എടുത്തിട്ടില്ല എന്ന് ദേശീയ വാർത്താ ഏജൻസികളോട് ഉൾപ്പെടെ ഡൽഹി പോലീസ് കമ്മീഷണർ കള്ളം പറയുന്ന സ്ഥിതിയുണ്ടായി. ഈ സമരം തുടങ്ങുമ്പോൾ പെർമിഷൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത ആളുകളാണ് എന്ന് ആലോചിക്കണം. ഞാൻ അതിൻ്റെ മറ്റു ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്ന ഒരു മിനിമം ആവശ്യം. ഇപ്പോൾ ഈ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിസോൾവ് ചെയ്യണം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിൽ മാറ്റം വെക്കണം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 8 പരീക്ഷാ ലീക്കേജുകൾ, പേപ്പറുകൾ, 8 പരീക്ഷകൾ NTA നടത്തിയ 6 എണ്ണം, അല്ലാത്ത 2 എണ്ണം ഉൾപ്പെടെ മിനിമം 8 എണ്ണം 24, 25, 26 ഈ വർഷങ്ങളിലായിട്ട് മടന്നു. 26 ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ അത് എഫക്റ്റ് ചെയ്തു. 24, 25 ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യമുള്ള ആവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. 10-23 ലക്ഷം കുട്ടികളുടെ ഭാവി തുലച്ച ഒരു പരീക്ഷ അത് ക്യാൻസൽ ചെയ്യേണ്ട സ്ഥിതി വന്നു. രണ്ടാമത് നടത്തിയപ്പോൾ 2.5-3 ലക്ഷത്തോളം കുട്ടികൾ ഇത് എഴുതിയില്ല. എന്നാലും രാഷ്ട്രീയത്തിലൊരു ധാർമ്മിക ഉത്തരവാദിത്വം, ഒരു മര്യാദയൊക്കെ ഇല്ലേ? ഒന്ന്, ഈ മന്ത്രി രാജിവെച്ച് പോകണം. വരുന്നത് ഒരു BJPക്കാരൻ തന്നെ ആയിരിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ മിനിമം ആ സാമാന്യ മര്യാദയെങ്കിലും കാണിക്കൂ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നൊരു കാര്യമാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഉയർത്തിയത്. ഞങ്ങളൊരു പാർട്ടിയുമുള്ള നിലയിൽ ആ ആവശ്യം വളരെ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. ഏതാണ്ട് പ്രതിപക്ഷത്തിലുള്ള എല്ലാ പാർട്ടികളും മുന്നോട്ട് വെച്ചു. പക്ഷേ CJP മൂവ്മെൻറ്റിന് അത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയതുകൊണ്ടും സോഷ്യൽ മീഡിയ അവർ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടും ഒരുപക്ഷെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളൊക്കെ എഫക്റ്റീവായി അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതുകൊണ്ടും അതിന് ഭയങ്കരമായ പോപ്പുലാരിറ്റി കിട്ടുന്ന സ്ഥിതിയുണ്ടായി. ആ മൂവ്മെൻറ്റ് ഒരു പൊതുപ്രസ്ഥാനമായി പരിണമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരമൊക്കെ കണ്ടു. എന്തായിരുന്നാലും അഭിലാഷ് ചോദിച്ചൊരു ചോദ്യത്തിന് വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി പരിഗണിക്കുമെന്ന് ചോദിക്കുന്നത് അത് മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ വൈഡ് സ്പ്രെഡായ ഒരു അൺട്രസ്റ്റ് നമ്മുടെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിനിടയിൽ, ആയിരക്കണക്കായ മനുഷ്യർക്കിടയിൽ ഉണ്ടായി. അതിൻ്റെ ബഹിസ്ഫുരണം കണക്കെ അത്യുജ്വലമായ ഒരു പ്രതിഷേധം ഇന്ന് ഡൽഹി കണ്ടു എന്നതാണ് സന്തോഷിപ്പിക്കുന്ന കാര്യം. ഞാൻ CJPയുടെ മറ്റ് രാഷ്ട്രീയ വശങ്ങൾ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അത് ഗംഭീരമായിട്ട് നടന്നു. ഈ ഗവൺമെന്റിന് അല്പം മര്യാദയും നാണമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളോട് ഒന്ന് കൺസീഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം ഉന്നയിച്ചു, വിപുലമായി ശക്തമായി ഉന്നയിച്ചു. രഞ്ജിനി ഹരിദാസ് ഉണ്ട്, സമരവേദിയിലുണ്ട്. രഞ്ജിനി, മലയാളികളായിട്ടുള്ള ധാരാളം ആക്ടിവിസ്റ്റുകൾ അതുപോലെ തന്നെ സെലിബ്രിറ്റികൾ അടക്കം പങ്കെടുക്കുന്നുണ്ട്. രഞ്ജിനി, ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് താങ്കളെ അതിന് പ്രേരിപ്പിച്ച ഘടകം?
എന്നെ പ്രേരിപ്പിച്ച മെയിൻ ആയിട്ടുള്ള ഘടകം ഞാനിപ്പോൾ എല്ലാ ചാനലിലും കുറേ സംസാരിച്ച് ക്ഷീണിച്ചു പോയി പറഞ്ഞിട്ട് ഇത് ഞാൻ വീട്ടിൽ നിന്നും ഒരു പോരാളിയായിട്ട് ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനത് പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാർക്കും എടുത്തു. എൻ്റെ പോസ്റ്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് അത് അത്രയും എന്നെ എഫക്റ്റ് ചെയ്തു. പക്ഷേ ഒരു മൊമെൻറ്റിൽ ഐ തിങ്ക് സോനം വാങ്ചുക്ജിയുടെ 20ാമത്തെ ദിവസം 21ാമത്തെ ദിവസത്തെ ഹങ്കർ സ്ട്രൈക്കിൽ അദ്ദേഹത്തെ എടുത്തോണ്ട് പോയ രീതി എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്നെ എൻ്റെ ഒരു ഇറ്റ് എഫക്റ്റഡ് മീ വെരി ഡീപ്ലി. അത് ഈ രാജ്യത്തിൽ അങ്ങനെ ഒരു സാധനം നടത്തുന്നത് ശരിയല്ല, എസ്പെഷ്യലി ബിക്കോസ് ഹി ഈസ് എ സയൻറ്റിസ്റ്റ്, ഹി ഈസ് എൻ അവാർഡ് വിന്നർ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത ഒരു പോരാളിയാണ്. അത് മാന്യമായി ചെയ്തൊരു പോരാളിയാണ്. ഒച്ചയോ ബഹളം ഉണ്ടാക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ രീതി. മാന്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ഇവർ വന്നിട്ട് ഇത്രയും മോശമായി അദ്ദേഹത്തെ യൂണിഫോം ഇല്ലാത്ത ആൾക്കാർ വന്ന് കേർട്ടൻ തുണി ഇട്ടിട്ട് അദ്ദേഹത്തിന് ഒരു വെള്ള തുണിയിൽ ഒരു വളരെ മോശമായ രീതിയിൽ കുത്തിത്തിരുകി കൊണ്ടുപോകുന്നത്, വളരെ മോശമായ വേർഡ്സ് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ആയില്ല സത്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ആ ഫുൾ ഡേ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ എൻ്റെ ഒട്ടുള്ള വേറെ ഞാൻ ഇങ്ങനെ പ്രൊട്ടസ്റ്റിനൊന്നും വലിയ രീതിയിൽ പോയിട്ടില്ല. ബട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു ആൻഡ് ഐ ഗോട്ട് റാൻഡം പീപ്പിൾ ഫ്രം ദി ഇൻഡസ്ട്രി ആൻഡ് ഔട്ട്സൈഡ് കോൺടാക്ടിങ് മീ. സോ അങ്ങനെ ഫ്രം ദ ഇൻഡസ്ട്രി ഐ ഗോട്ട് നോയില, ഐ ഗോട്ട് സിജ ചെന്നൈയിലായിരുന്നു, നോയില കൊച്ചിയിലായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം അല്ലെങ്കിൽ അങ്ങനത്തെ ചെന്നൈയിൽ നിന്ന് ഷീ കെയിം ഇൻ ദി ആഫ്റ്റർ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്, യു നോ, ആൻഡ് വി ഓൾ എൻഡഡ് അപ്പ് ടുഗദർ ആൻഡ് ദാറ്റ്സ് ഹൗ വി റീച്ച്ഡ്. രഞ്ജിനി, ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവിടെ മുദ്രാവാക്യവും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി, ആ പ്രൊട്ടസ്റ്റിന് നേരെ ടിയർ ഗ്യാസ് ഉണ്ടായി, ലാത്തി ഉണ്ടായി. ഇപ്പോഴും ആളുകൾ വളരെ ചാർജ്ഡ് ആയിട്ട് തന്നെ യുവാക്കൾ സമരവേദിയിൽ നിൽക്കുകയാണോ? എന്താ അവിടെയുള്ള ഒരു വൈബ് എന്താണ് ഫീൽ? ഇപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു തുടങ്ങുകയാണ്. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദാറ്റ് ഇസ് ഗോണ ഹാപ്പൻ റൈറ്റ് നൗ. ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് ചലോ സൻസദ് എന്ന് പറഞ്ഞ സംഭവത്തിനാണ്. ജന്തർ മന്തറിൽ നിന്ന് സൻസദ് വരെയുള്ള നടത്തം അത് രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. അതിന് പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. അതിനിടയിൽ പുറത്ത് ലാത്തി ചാർജ്, ടിയർ ഗ്യാസ്, ഇവിടെ ഞങ്ങളെ ട്രാപ്പ് ചെയ്തു. ഈ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി നടക്കാൻ വേണ്ടി രൂപീകരിച്ച ആൾക്കാരൊക്കെ അവരെ ടിയർ ഗ്യാസ് 3 ബാരിക്കേഡിന് അപ്പുറത്ത് ആരിറങ്ങിയാലും സൻസദിൻ്റെ അവിടെ നിങ്ങൾ കണ്ടു, തോക്കും വെച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ലാത്തി ചാർജ് ചെയ്ത രീതി നിങ്ങൾ കണ്ടു. യു സോ lot of people who were affected very badly also. അപ്പം അങ്ങനെ നോക്കുമ്പം ഇറ്റ് വാസ് വെരി വെരി ടെറിബിൾ. ഈ കുട്ടികളല്ല അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്, അത് ആ ആൾക്കാരാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. വളരെ പീസ്ഫുൾ ആയിട്ടാണ് അവർ ഇവിടെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടം വരെ നടക്കാൻ. അവർ കാര്യങ്ങളൊക്കെ കേട്ടു, അവർ കുറച്ച് സമയം തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതിനിടയിൽ ഐ തിങ്ക് അഭിജിത്തിനെ കൊണ്ടുപോയി ഡീറ്റെയിൻ ചെയ്തു. Is that what we heard? That was a rumor. We don't know how true it is. ഇവരുടെ ഡിമാൻഡ്സ് വളരെ സിമ്പിൾ ആണ്. Can you tell? I forget that. Yeah, the demands are very easy, simple. We need the resignation of our education minister. We need compensation 1 crore for the families who've been affected because their children committed suicide sadly, and that's it. And I think what covers it all is just having a dialogue. Having a dialogue, accountability. അത് ആരാണ് റൂളിംഗ് പാർട്ടിയിൽ ഇരിക്കുക എന്ന് വെച്ചാലും നമ്മളൊരു വിശ്വാസത്തിൽ ആണ് അവരെ അവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ രാജ്യത്തിലെ ആൾക്കാർ അല്ലേ, ആ ആൾക്കാർ തന്നിരിക്കുന്ന വിശ്വാസം ഈ ഒരു ഇൻസിഡന്റിൽ അവർ നന്നായി ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചോദിക്കുന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് സംസാരിക്കുക, ഡയലോഗിൽ വരിക, അക്കൗണ്ടബിൾ ഏറ്റെടുക്കുക. ബിക്കോസ് നീറ്റ് പേപ്പേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഒരു റെപ്പിറ്റേറ്റീവ് പാറ്റേൺ ഉണ്ട്. അങ്ങനെ പാറ്റേൺ ആണ്. അതായത് ഇപ്പോൾ അഭിജിത്ത് എവിടെയാണുള്ളത്? അഭിജിത്ത് ഡീറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് ഡൽഹി പോലീസ് പറയുന്നു. അഭിജിത്ത് ഇപ്പൊ ഇവിടെ എവിടെയോ ഉണ്ട്. ഞങ്ങൾ കണ്ടു, ഇടയ്ക്ക് ഡീറ്റെയിൻ ചെയ്തു എന്നൊക്കെ കേട്ടു. അങ്ങനത്തെ റൂമേഴ്സ് കുറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചു. ബട്ട് ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ തലവങ്ങി കണ്ടു. ഈ രാത്രിയിൽ സൻസദ് ചലോ നടക്കുകയാണോ? അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുണ്ടാണ്. എന്തോ ഒന്നുകൂടെ പറയാമോ? ഈ രാത്രിയിൽ സൻസദ് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുകയാണോ? രാത്രിയിൽ അവിടേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതാണോ ഇപ്പോ അവിടെയുള്ള യുവാക്കളുടെ പ്ലാൻ? ഈ കൊച്ചുങ്ങളുടെ ഒരു എനർജി ഞാൻ ഈ കൊച്ചുങ്ങളുടെ എനർജി സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ വന്നതിലും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് എപ്പോൾ പെർമിഷൻ കിട്ടുന്നോ അവർ നടക്കും. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ഇത്രയും നേരത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവരിത് ഒരിക്കലും നൽകില്ല. ഇത് ഏത് രീതിയിൽ തീർക്കാൻ പറ്റുമോ അവർ വലിച്ചു നീട്ടി ഇവരെ ഹൗ ഡു യു സേ, അവരെ വളരെ നിസ്സഹായമായ രീതിയിൽ വിശപ്പിച്ച് വെള്ളം കൊടുക്കാതെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. അതും ഇറ്റ്സ് സോ സാഡ് യാർ. എല്ലാവരും ഇവിടെ 15 30 വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികളാണ്. ഞാനൊക്കെ ഇവിടെ സൂപ്പർ സീനിയർ ആണ്. ലൈക്ക് എനിക്ക് കറക്റ്റ് നല്ല പ്രായത്തിൽ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ എൻ്റെ കുട്ടികളാവായിരുന്നു. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഈ കുട്ടികളെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ വീട്ടിലും കുട്ടികളൊന്നും ഇല്ലേ? ആൻഡ് എന്താണ് ഇവർ ചോദിക്കുന്ന കാര്യം? ഇറ്റ് ഇസ് സോ സിമ്പിൾ. ആൻഡ് അതിനു വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാട്ട്
പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ. ആൻഡ് ദാറ്റ് ഈസ് വെരി സാഡ്. ആൻഡ് ഇനി ദേ വിൽ ആസ്ക് BJP-നെ അഗൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്, രഞ്ജനിക്ക് ഭയമില്ലേ? ഇത് BJP-യുടെ അഗൻസ്റ്റ് അല്ല. ഇത് ഞാൻ സംസാരിക്കുന്നത് ആര് ഭരണത്തിലുണ്ടെങ്കിലും, അത് ഏത് സംവിധാനമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും, നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളുണ്ടാവും. നിങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് ഉത്തരവാദിത്തം പറയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്യാത്തപ്പോൾ ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾ വരും. അത് പീസ്ഫുള്ളായി സൈലന്റ് ആയി വരുന്ന പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ why do you try to disrupt it from your side? That is not cool, right? That is not cool at all. And I think ഇവിടെ ആ ഒരു ഡയലോഗിൽ വന്ന് ഒത്തുതീർപ്പാക്കാവുന്ന സാധനം മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളുടെ ഒരു പരാജയമായി അവർ കാണുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ഈഗോ, ഒരു ആർഗൻസ് ഒക്കെ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഈ കുട്ടികളുടെ മുന്നിൽ ഞങ്ങൾ കൊച്ചായി ഒരിക്കലും ഇല്ല. നിങ്ങളെ ഇവരാണ് എലക്ട് ചെയ്തത്, ഞങ്ങളൊക്കെയാണ് എലക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയാണിത്. യു ആർ വർക്കിംഗ് ഫോർ us, whoever you might be. All you have to do is do your job. And right now you are not doing a very good job for the people of your country. I mean, ഈ ഒരു കാര്യത്തിൽ മറ്റു കാര്യങ്ങളിൽ മേ ബി യു ആർ ഡൂയിങ് അമേസിംഗ്, ബട്ട് ദിസ് വൺ സോൾവ് ഇറ്റ്. നിങ്ങളിത് സോൾവ് ചെയ്താൽ നിങ്ങളെ ഇനിയും ഞങ്ങൾ ബെറ്റർ ആക്കും. വി വിൽ സെലിബ്രേറ്റ് യു ഈവൻ മോർ. സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി, മേക്ക് ഇറ്റ് ബെറ്റർ. ദാറ്റ്സ് വാട്ട് ഡെമോക്രസി ഈസ് അബൌട്ട്, റൈറ്റ്? യെസ്. രഞ്ജിനി, ഈ സമരം കഴിയുന്നത് വരെ അവിടെ തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴും വലിയ സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ, നിങ്ങൾ കണ്ടിട്ടുള്ള സാമ്പ്രദായിക സമര രൂപമല്ല ഇത്. ഈ കുട്ടികളിൽ പലരും അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ BJPക്ക് വോട്ട് ചെയ്തവരും ഉണ്ടാവും. ഇവിടുത്തെ പ്രശ്നം വളരെ ലളിതമാണ്. വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ തന്നെ താറുമാറാവുന്ന വിധത്തിൽ വലിയ പ്രശ്നമുണ്ടായി. വലിയ പ്രശ്നം ഈ രാജ്യം ഇതുവരെ കാണാത്ത വിധത്തിൽ. നീറ്റ് പരീക്ഷ, CBSE-യുടെ 12ാം ക്ലാസ് പരീക്ഷ, എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും ഒരു തരത്തിലും അക്കൗണ്ടബിൾ ആകാൻ, അതിൽ റെസ്പോൺസിബിൾ ആയ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അരിയല്ലൂരിൽ ട്രെയിൻ മറിഞ്ഞതിന് രാജിവെച്ച റെയിൽവേ മന്ത്രിയുള്ള രാജ്യമാണ് നമ്മുടേത്. ഒരു തരത്തിലും ജനങ്ങളോട് അക്കൗണ്ടബിൾ ആകുന്നില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു സർക്കാരിനെ ജനങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ അത് സാമ്പ്രദായികമായ രാഷ്ട്രീയ സമരങ്ങൾ നേരിടുന്ന മാതൃകയിൽ നേരിടാം എന്ന് വിചാരിച്ചാൽ അത് ശരിയാകുമോ ശ്രീ പത്മനാഭൻ? ഇത്രയും അക്കൗണ്ടബിളായ ഒരു ഗവൺമെൻറ് സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും അക്കൗണ്ടബിളായ സീറോ കറപ്ഷൻ, 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയ മഹാന്മാരെ 4.25 കൊല്ലം പിന്തുണച്ചവരാണ് ഈ സന്തോഷ് കുമാറിൻ്റെ പാർട്ടി. കൽക്കരി കുംഭകോണം സന്തോഷ് കുമാറിൻ്റെ പാർട്ടി പിന്തുണയ്ക്കുമ്പോൾ നടന്നതാ. 2G സ്പെക്ട്രം അഴിമതി സന്തോഷ് കുമാറിന്റെ പാർട്ടി പിന്തുണയ്ക്കുമ്പോൾ ഇതൊക്കെ പണ്ടെന്നോ നടന്നതാണ്. ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തേണ്ടി വന്നു. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ആ കസേരയിൽ ഇരിക്കുകയാണ്. എന്താണ് ഇറക്കി വിടാത്തതെന്നാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. നിങ്ങൾ ആവേശം കൊള്ളല്ല. അഭിലാഷ്, ഞാൻ ഒരുപാട് നേരമില്ല, എനിക്ക് മറുപടി വരെ ഒരു അവസരം തരണം കേട്ടോ. നേരമില്ല. പുരാണം പറഞ്ഞു തുടങ്ങിയാലേ ഞാൻ സന്തോഷ് പറയുമ്പോ മിണ്ടിയിട്ടില്ല. സന്തോഷ് പറയുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. അതിസാമർത്ഥ്യം കീസയിൽ വെച്ചാ മതി കേട്ടോ. കീസയിൽ വെച്ചാ മതി കേട്ടോ. എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ആ വിവരക്കേടാണ് CPI-നെ ഇക്കോലത്തിലാക്കിയത്. ഉപ്പ് വെച്ച കലം പോലെ നമ്മുടെ വിഷയം അതൊന്നും അല്ല. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ് ശ്രീ പത്മനാഭൻ, സ്ട്രൈറ്റ് ആണ്. ഞാൻ വരട്ടെ, ഞാൻ പറയട്ടെ. ഈ അക്കൗണ്ടബിലിറ്റിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഞാൻ കാര്യം പറയാം. സമരം ചെയ്തോളൂ. ആർക്കാ പ്രശ്നം? ഈ ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തോളൂ. ആർക്കാ പ്രശ്നം? ഇന്നലെ വരെ എന്തേ പ്രശ്നം ഉണ്ടായി? സോനം വാങ്ചുക്കിന് 20 ദിവസം അയാൾ നിരാഹാരം കിടന്നപ്പോൾ ആരോഗ്യസ്ഥിതി വഷളായി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഈ എല്ലാവരുടെ ജീവനും വിലയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അറസ്റ്റ് ചെയ്തിട്ടില്ല, റിമാൻഡ് ചെയ്തിട്ടില്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഒരു കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ന് എന്താ ഉണ്ടായത്? ഇന്ന് പാർലമെൻറ്റ് മാർച്ച്. ഹൈ സെക്യൂരിറ്റി സോണാണ് പാർലമെൻറ്റ്. പണ്ടേ അങ്ങനെയാണ്.
ആ 2000-ലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷയുള്ള സ്ഥലമാണ്. അവിടേക്ക് മാർച്ചിന് അനുവാദമില്ല. അപ്പോൾ ഇവരവിടേക്ക് മാർച്ച് നടത്തി. 50 പോലീസുകാർക്ക് പരിക്കുണ്ട്. 50 പോലീസുകാർക്ക്. നിരവധി വാഹനങ്ങൾ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദേശീയ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് മാർച്ച് നടത്തുക, നിരവധി വാഹനങ്ങൾ അടിച്ചു തകർക്കുക, പോലീസ് ആക്ഷൻ ഉണ്ടാവും. അണ്ണാ ഹസാരയുടെ സമരത്തിൽ പോലീസ് ആക്ഷൻ ഉണ്ടായിരുന്നു. ബാബ രാംദേവ് നിരാഹാരം കിടന്നപ്പോൾ പോലീസ് ആക്ഷൻ ഉണ്ടായിരുന്നു. ആര് ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് മാർച്ച് നടത്തിയാലും ആര് അക്രമം കാണിച്ചാലും പോലീസ് ആക്ഷൻ ഉണ്ടാവും. കേരളത്തിൽ ED തടഞ്ഞ ആക്രമിച്ച ആൾക്കാർ ഇപ്പോഴും ജാമ്യത്തിലില്ല, ജയിലില്ല. അപ്പോൾ ഇന്ന് പോലീസ് ഇടപെട്ടത് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ്. 50 പോലീസുകാർക്ക് പരിക്കുണ്ട്, നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. ഇന്നലെ വരെ പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. ആകെ ചെയ്തത് ഈ സോണം വാങ്ചുക്കിനെ ആശുപത്രി കൊണ്ടുപോയി, അത് കോടതി ശരിവെക്കുകയും ചെയ്തു. സമരത്തിന് നമ്മളെതിരല്ല, നിങ്ങൾ സമരം ചെയ്തോളൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തോളൂ, നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ അക്രമം കാണിച്ചാൽ, സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയാൽ പോലീസ് നടപടിയുണ്ട്. ശരി, അല്ല ഇവിടെ ശ്രീ പത്മനാഭൻ ആര് ചെയ്താലും, BJP-ക്കാർ ചെയ്താൽ ഒന്ന് ഈ പോലീസ് ക്രൂരമായ വിധത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തതിന്റെ ദൃശ്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ശരി, പാർലമെന്റ് ആണ്, അതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ മാർച്ച് പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വാദിക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ആ സമരം അവസാനിപ്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? താങ്കൾ തന്നെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ച സമരമുണ്ടല്ലോ, അന്നാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം. ആ സമരം നടക്കുമ്പോൾ ഇതുപോലെ സമരപ്പന്തൽ ഉണ്ടാകുമ്പോൾ, ഇന്ന് ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പൊളിച്ചു കളഞ്ഞില്ലേ, സമരപ്പന്തൽ ഉണ്ടാവുമ്പോൾ ആ സമരപ്പന്തലിൽ പോയി അന്നാ ഹസാരയോടൊപ്പവും അരവിന്ദ് കെജ്രിവാളിനോടും ഒക്കെ ഒപ്പം വേദി പങ്കിട്ട അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജിനെയും ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ജനവികാരം അതിന്റെ മൂർധന്യത്തിലെത്തിക്കാൻ അതിന്റെ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് 2011 ആ സമരമാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഭരണകാലത്തും അങ്ങനെ അങ്ങ് സംഭവിച്ചോട്ടെ എന്നങ്ങ് തീരുമാനിക്കുകയാണോ? ഇന്ന് JP നഡ്ഡ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഇവർക്ക് പറയാനുള്ളത് കേട്ടിട്ടുണ്ട്, ഇവരുടെ മെമ്മോറാൻഡം വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മുഖം തിരിഞ്ഞിട്ടൊന്നുമില്ല, അന്ന് ആരും പോയിട്ടില്ല. ഈ CPI-ക്കാർ 4.5 കൊല്ലം താങ്ങിയ കോൺഗ്രസ് ഗവൺമെൻറ് ഇപ്പോഴും CPI ആ മുന്നണിയിലാണ്, കോൺഗ്രസ്സുകാരൻ്റെ കൂടെയാണ്. ആ മുന്നണിയിൽപ്പെട്ട ഒരു മന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അണ്ണാ ഹസാരേനെ. ആ മുന്നണിയിൽപ്പെട്ട ആ മന്ത്രിസഭയിൽപ്പെട്ട ഒരാളും ബാബ രാംദേവിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരൊക്കെ ജനാധിപത്യപരമായിട്ട് ആ സമരം ചെയ്ത് അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ബഹളത്തിനിടയിലും JP നഡ്ഡ ഇവരായി സംസാരിച്ചു, ഇവരെ മെമ്മോറാൻഡം സ്വീകരിച്ചു. ഞങ്ങൾ സമരത്തിനെതിരെല്ലാം, സമരം ജനാധിപത്യ അവകാശമാണ്. പക്ഷെ നിങ്ങൾ അക്രമ സമരം കാണിച്ചാൽ, നിങ്ങൾ പോലീസിനെ ആക്രമിച്ചാൽ, ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് വന്നാൽ, നിങ്ങളെ വാഹനങ്ങൾ തകർത്താൽ നടപടി ഉണ്ടാവുന്നു. അത് BJP ചെയ്താലും ഉണ്ടാവുന്നു. കേരളത്തിൽ എത്ര ലാത്തി ചാർജ് BJP-ക്ക് കിട്ടിയിട്ടുണ്ട്? എല്ലാ പാർട്ടിക്കും നേരിടേണ്ടി വരും. നിങ്ങൾ പോലീസിന്റെ പെർമിഷൻ ഇല്ലാത്ത സമരത്തിന് പോയാൽ പോലീസ് നടപടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ ദിവസവും നടക്കുന്നതാ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്തോ, നമുക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾ സമരത്തിനൊന്നും പേടിക്കുന്നവരല്ല. ഞങ്ങൾ സമരം ചെയ്തിട്ട് അവിടെ എത്തിയത്. ആകാശത്ത് പൊട്ടിമുളച്ച് ഇങ്ങനെ അച്ചു വീണിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസാരയിൽ ഇരുന്നതല്ല. ശരി ശരി ശരി, അക്രമം കാണിക്കും. ശരി, ഓക്കെ. ശ്രീ സന്തോഷ് കുമാർ MP, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ, ഞാൻ നേരത്തെ രഞ്ജിനി ഹരിദാസിനോട് സംസാരിക്കുമ്പോൾ അവിടെ വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് കേൾക്കാം. അവർ രാത്രിയിൽ സൻസദ് ചലോ നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെന്തായാലും പോലീസ് പെർമിറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോഴും സമരക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. യുവാക്കൾ, ഞാൻ മനസ്സിലാക്കുന്നത് പുലർച്ചെ തന്നെ ഡൽഹിയിലേക്ക് പല ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ഉണ്ടാവുമോ? എന്താണ് ഇനി സംഭവിക്കുക? അല്ല, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ കുറേ സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അത് എന്തുമാത്രം ശക്തമായി വരും ദിവസങ്ങളിൽ പോകുന്നു എന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റമായി അത് പരിണമിച്ചിരിക്കുന്നു. ഞാനതിൻ്റെ ചില കാരണങ്ങൾ പറഞ്ഞു. ഞാൻ ശ്രീ ഈ പപ്പട്ടം പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഈ പറഞ്ഞതേ,
അദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം BJP-ക്കകത്ത് തന്നെ ഒരു പ്രത്യേക ടൈപ്പ് നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ കൽക്കരിയും മറ്റു ഈ വിഷയങ്ങളും CPM സാർ നമുക്ക് അതൊക്കെ ഒരുപാട് ഡിബേറ്റ് ചെയ്യാം. ഞാൻ അതിന് പരസ്യമായ സംവാദത്തിനൊക്കെ തയ്യാറാണ്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് കുംഭകോണവും നിങ്ങളെ ഓൺ പാർട്ടി ഫണ്ടും കൊടകര കേസ് ഉൾപ്പെടെ അയോധ്യ ഈ തട്ടിപ്പ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യം അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഈ ചർച്ചേനെ വഴിതെറ്റിക്കേണ്ട ദയവായിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് യുവമോർച്ച നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അവർ പിന്നെ കൾപ്പിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, അതൊക്കെ മാധ്യമങ്ങളിൽ വന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത. എന്നിട്ട് ഒരു കേന്ദ്രമന്ത്രി ഇത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്ത് 10-22 ലക്ഷം ആളുകളുടെ ഭാവി തുളച്ചിട്ട് അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അയാളോടൊന്ന് രാജിവെക്കാൻ പറയാനുള്ള മര്യാദയില്ലാതെ CPI കൽക്കരി കുംഭകോണക്കാർ പിന്താങ്ങിയില്ലെന്ന് ചോദിക്കുന്നത് എന്തൊരു ശുദ്ധ സംബന്ധമാണ്. ഞാൻ അഭിലാഷ് പറയുമ്പോൾ എനിക്ക് ഇതിനകത്ത് കൂടുതൽ സമയം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ ഒരു കമ്മിറ്റ്മെന്റിലൂടെ എനിക്ക് 8 മണി വരെ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. ആദർശം മറ്റു സുഹൃത്തുക്കൾ ഇത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഇന്ത്യയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു പൊതുവികാരമാണ്, ധാർമ്മികമായൊരു ഉത്തരവാദിത്വം. ഇത് ആരെങ്കിലും എടുക്കേണ്ട ഉത്തരവാദിത്വം. ഈ 3 കൊല്ലത്തിനുള്ളിൽ 8 പരീക്ഷ ചോർന്നിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുറച്ചിട്ട് കൽക്കരി കുംഭകോണവും 2G സ്കാമും പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് അപ്പോൾ എന്തൊരു സമീപനാണത്? അതുകൊണ്ട് നിങ്ങൾ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തുന്നൊന്നും പറയാതെ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായൊരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ മുമ്പിൽ അവസാനം ഇത് ഞങ്ങളെല്ലാവരും ഉന്നയിച്ച ആവശ്യമാണ്. നിങ്ങൾ അതിനെ കൺസീഡ് ചെയ്ത് ആ മന്ത്രി രാജിവെച്ച് പോകണം എന്നുള്ളതാണ് മിനിമം ആവശ്യം. അത് അംഗീകരിക്കുന്നവരെ സമരം പല രൂപത്തിൽ തുടരും. CJP മാത്രമല്ല, മറ്റ് ധാരാളം പാർട്ടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആവശ്യം ഉന്നയിച്ചവരാണ്. ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്താം. പാർലമെന്റിനകത്ത് ആ പ്രശ്നം വളരെ ശക്തമായിട്ട് ഇന്ന് ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ബഹളത്തിലാണ് കലാശിച്ചത് 2 സഭകളിലും. നാളെയും അത് മുന്നോട്ട് കൊണ്ടുപോയി ആ സമരം തുടരും. അയോധ്യ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അതിഭീകരമായ പ്രശ്നങ്ങൾ പിന്നാലെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രസിംഗ് ഡിമാൻഡ് ഇതായതുകൊണ്ടാണ് ആ വിഷയം ഉയർത്തുന്നത്. അന്നേരം കേരളത്തിലെ ഒരു BJP വക്താവ്, ഇന്ത്യയിൽ ഏറ്റവും അഴിമതി നിറഞ്ഞൊരു പാർട്ടിയുടെ വക്താവ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയാന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടാണ്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് നേരത്തെ വന്നു, ചോദ്യം ചോർന്നതിനെ കുറിച്ചും വിദ്യാർത്ഥികൾ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ചുമൊക്കെ. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലൊന്നുമില്ലാത്ത യുവാക്കൾ, അരാഷ്ട്രീയ മധ്യവർഗം എന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന ആളുകൾ സ്വമേധയാ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ സമരം ചെയ്യുകയാണ്. അവർ സർക്കാരിനോട് അക്കൗണ്ടബിൾ ആകാൻ ആവശ്യപ്പെടുകയാണ്. അതൊരു വലിയ മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിന്റെ കൂടെ നിൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക്? ആര് സമരം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സമരം ചെയ്തതിൻ്റെ വിഷയമാണ് പ്രധാനം. CJP മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ NSUവും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നേരിട്ട് രാഹുൽ ഗാന്ധി തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ നീറ്റ് അഴിമതിക്കെതിരെയുള്ള സമരത്തിനും സംവാദത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരത്തെയും ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ സമരത്തിന് പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സമരം ആര് ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇപ്പോൾ BJP പ്രതിനിധിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ? അദ്ദേഹം പതിറ്റാണ്ടുകൾ പിറകോട്ട് പോവുകയാണ്. അന്നത്തത് കണ്ടില്ലേ എന്ന് നമ്മൾ പഠിക്കേണ്ടത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 80 മുതൽ ഈ 26 വരെ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഒരു സമരത്തിന്റെയും ഭാഗമായിട്ടല്ല. മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്താലും, കോൺഗ്രസ് ആവട്ടെ, മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്താലും, അവരുടെ വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്ത് സമരം നയിച്ച് അധികാരത്തിലേക്ക് വന്നവരാണ്. BJP വന്നിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കി കുറെ ആളുകളെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ അമ്പലത്തിന്റെ പേര് പറഞ്ഞ്, രാമന്റെ പേര് പറഞ്ഞ്, കൃഷ്ണന്റെ പേര് പറഞ്ഞൊക്കെ അധികാരത്തിൽ വന്നതിനപ്പുറത്തേക്ക് ഒരു ബേസും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാനതിന് അഴിമതിയിലേക്ക് പോകുന്നില്ല, നേരത്തെ ശ്രീ സന്തോഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വന്തമായിട്ടൊരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഇതിപ്പോൾ വിദ്യാർത്ഥികളാണല്ലോ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. BJPക്ക് ഇന്നും ഒഫീഷ്യലായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന പോലും ഇല്ല. അങ്ങനെയുള്ള അവരെങ്ങനെ അക്കൗണ്ടബിൾ ആകും? അവർക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ് വരുന്നത്? നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയോട് സംസാരിച്ചതായിട്ട് അഭിലാഷ് കേട്ടിട്ടുണ്ടോ? അമിത്ഷാ
അവരുടെ വിദ്യാർത്ഥി സംഘടനയെ പറ്റി സംസാരിച്ചതായി കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് മാത്രമേ വിദ്യാർത്ഥി സംഘടനയുള്ളൂ. BJPക്ക് വിദ്യാർത്ഥി സംഘടന പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ അക്കൗണ്ടബിൾ ആകും എന്നൊന്നും നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കരുത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടിയിട്ടുള്ള അഴിമതി. ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടം ഒരു സംശയവുമില്ല ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറും. അഭിലാഷ്, മറ്റു രാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഇതുപോലെ അസംഘടിതരായി നിന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് നയിച്ച സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാക്കിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. നേപ്പാൾ ഉൾപ്പെടെ. ഇപ്പൊ ജെൻസി എന്ന് നിങ്ങളും ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്ന് മുതലാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്? അതൊരു വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ ആ വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്ത്യ രാജ്യത്തിന്റെ എത്ര സ്റ്റേറ്റുകൾക്കകത്ത് വിദ്യാർത്ഥി സമരം തുടങ്ങിയിട്ട് അത് വലിയ സമരമായി മാറിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല ഈ സമരവും അതേപോലെ മാറാൻ പോവുകയാണ്. നാളെ അത് ഏറ്റെടുക്കാൻ, കാരണം ഇതൊരു പൊതുസമൂഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഓരോ വീട്ടിലെയും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒന്നിലധികം പേരോ 1, 2, 3, 4, 5, 6 എന്ന പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഓരോ പരീക്ഷയുടെയും തട്ടിപ്പ്, ആ ചോദ്യപേപ്പർ പൊതു മാർക്കറ്റിൽ വിൽക്കാൻ വെച്ച ഇതുപോലെ ദയനീയമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനെതിരെ പ്രതികരിക്കുന്നവരെ, അതിനോട് എന്തെങ്കിലും ഒരു വാക്ക് ഭരണകക്ഷിക്ക് പറയാനുണ്ടോ? ഒരു പ്രസ്താവന, പത്രസമ്മേളനം അദ്ദേഹം നടത്തില്ല, ഒരു പ്രസ്താവനയെങ്കിലും രാജ്യത്ത് 25 ദിവസമായിക്കൊണ്ട് ഒരു സമരമുണ്ട്. 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത ഒരു വിഷയമുണ്ട്. വീണ്ടും പരീക്ഷ നടത്തിയപ്പോൾ 2.5 ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതാതെ വിമുഖതയോടുകൂടി മാറി നിന്നിട്ടുണ്ട്. ഇതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ ഇന്ന് വരെ നമ്മുടെ പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കോ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അഭിലാഷ്, വെറുതെ BJP-കാരന്റെയോ BJP ഭരണകൂടത്തിന്റെയോ അക്കൗണ്ടബിലി പരിശോധിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് കിട്ടുകയുമില്ല. ശരി, ശ്രീ ദിനുവയിൽ, ജൻസി പ്രക്ഷോഭങ്ങൾ പല ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും നേപ്പാളിലും കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ജൻസി തെരുവിലിറങ്ങുകയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളുണ്ട്. നമ്മൾ ഇന്ന് ജയ് ഭീം കേട്ടു, അംബേദ്കറുടെ ചിത്രങ്ങൾ കണ്ടു, ഇൻക്വിലാബ് സിന്ദാബാദ് കേട്ടു, വന്ദേ മാതരം കേട്ടു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, യുവാക്കളെ സംബന്ധിച്ച് അവർ ഈ അവസ്ഥയിൽ അസ്വസ്ഥരാണ്. അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സിസ്റ്റം അക്കൗണ്ടബിൾ ആകണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ദിനു എങ്ങനെ മനസ്സിലാക്കും? ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി വിറച്ചുകൊണ്ട്, 16 വയസ്സ് മാത്രമേ ആ വിദ്യാർത്ഥിക്ക് പ്രായമുള്ളൂ, വിറച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഞാൻ കരഞ്ഞും വിറച്ചുകൊണ്ടും പറഞ്ഞത്, എനിക്ക് വേദന കൊണ്ടല്ല ഞാനിങ്ങനെ വിറയ്ക്കുകയും കരയുകയും ചെയ്യുന്നത്, മറിച്ച് ഒരു ഭരണകൂടം ഇങ്ങനെ വിദ്യാർത്ഥികളോട് പെരുമാറും എന്നതിൻ്റെ ഷോക്ക് കൊണ്ടാണ്. ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭരണകൂടം എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന ഷോക്ക് കൊണ്ടാണ് ഞാനിങ്ങനെ നിന്ന് വിറയ്ക്കുന്നതെന്നാണ് ആ വിദ്യാർത്ഥി വെച്ചുകൊണ്ട് പറഞ്ഞത്. UPSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞത്, ഇനി എനിക്ക് UPSC പരീക്ഷ എഴുതാൻ തോന്നുന്നില്ല. എങ്ങനെയാണ് ഞാൻ പരീക്ഷ ക്ലിയർ ചെയ്താൽ ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. സമാനമായിട്ട് മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ്, എന്തുകൊണ്ടാണ് തീവ്രവാദികളോട് എന്ന പോലെ ഞങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. ഒരു ഭരണകൂടം വിദ്യാഭ്യാസ സംരക്ഷണത്തിനായി സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തിചാർജും കണ്ണീർ വാദവും തോക്കും കൊണ്ട് മറുപടി പറയുന്ന സമയത്ത് ഈ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളായിട്ട് മാറുന്നത്. നാളത്തെ ഉന്നത വിദ്യാഭ്യാസം നേടേണ്ട മനുഷ്യരെ ഇങ്ങനെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് ഭീകരവാദികൾ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ BJP പ്രതിനിധി പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, പാർലമെന്റ് മന്ദിരത്തിന്റെ ഭാഗത്തേക്ക് കയറുമ്പോഴുള്ള സെക്യൂരിറ്റി പ്രശ്നമാണ് ഇതെന്നുള്ളത്. ഏത് സെക്യൂരിറ്റി പ്രശ്നത്തിന്റെ പേരിലാണ് ഫാർമേഴ്സ് സമരത്തിന് നേരെ വലിയ രീതിയിൽ അടിച്ചമർത്തലുകൾ ഉണ്ടായത്? ഏത് സെക്യൂരിറ്റി പ്രശ്നത്തിന്റെ പേരിലാണ് വ്രസ്റ്റേഴ്സിന്റെ സമരത്തിന്റെ അകത്ത് എന്ത് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടുത്തെ സിസ്റ്റം എടുത്തതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, ഇവർ ഇന്ന് മാർച്ച് നടത്തുന്നതിന് ഏറെ മുമ്പ് തന്നെയാണല്ലോ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രി പറഞ്ഞത് ഇവർ ടെററിസ്റ്റ് അടക്കമുള്ള ഡിസ്മാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ B ടീമാണ് എന്ന് പറഞ്ഞത്. എന്ത് അക്രമം ഇവർ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ B ടീം എന്നുള്ള രീതിയിൽ വിളിച്ച് അപമാനിച്ചത് എന്നുള്ള ചോദ്യവും അവിടെ കൃത്യമായി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണകൂടം തീർച്ചയായും ഇതിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു നാണക്കേടാണെന്നോ ആലോചിക്കുക. രാജി ചൗക്കിലെയും ഈ പറഞ്ഞ പട്ടേൽ ചൗക്കിലെയും ജൻപദിലെയും മെട്രോ സ്റ്റേഷനുകളുടെ എൻട്രൻസിന്റെ ഭാഗത്ത് അടച്ചു വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലോ സമാധാനപരമായി സമരം ചെയ്യാൻ വേണ്ടി ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന BJP ഭരണകൂടത്തിന്റെ വലിയ ഉത്തമമായ മാതൃക എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 മണിക്കൂർ, 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വീതമാണ് സമര നേതാവിനെ
അനീഷിന്റെ വീട്ടിൽ എൻ സി പിയുടെ സ്പോക്ക് പേഴ്സന്റെ വീട്ടിൽ വസ്ത്രം മാറാൻ പോയ സമയത്ത് സോനം വാങ്ചൂക്കിനെ മാറ്റുന്ന സമയത്ത് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമാണല്ലോ ഈ തടഞ്ഞു വെക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾ രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന കമ്പിളിപ്പതുപ്പ് എന്നുള്ള പദമല്ല ഇവിടെ കമ്പിളിപ്പതുപ്പായി ഇവർ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ദേശീയ ഗെയിം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ സ്ലമ്മുകളെ മറച്ചു വെക്കുന്നതിന് സമാനമായിക്കൊണ്ടാണ് പുതപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാണം കെട്ട രീതിയിൽ മാക്സാസെ അവാർഡ് ജേതാവായ ഒരാളെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ പുതപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഏത് കോടതിയുടെ ഇന്ററി മോഡലാണ് ഉള്ളത് എന്നുള്ളത് കൂടി ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവരാണ് സമരത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള വളരെ രൂക്ഷമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTA പോലുള്ള ഒരു ബോഡി 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ബോഡിയാണ്. ഏത് സമയത്തും അതിനാവശ്യമായ അമെൻമെന്റുകൾ വരുത്താം. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബോഡിയല്ല ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഇടവേളയ്ക്ക് ശേഷം നമുക്ക് NTA കുഴപ്പങ്ങൾ ചർച്ച ചെയ്യാം. ഇടവേള. ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വിഷ്ണുപ്രസാദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. നേരത്തെ നമ്മൾ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള പ്രക്ഷോഭകർ അവരുടെ അടുത്ത പ്രക്ഷോഭം പ്ലാൻ ചെയ്യുന്നത് കേട്ടിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കണം. വിഷ്ണു, രാത്രിയിൽ നൈറ്റ് മാർച്ച് അടക്കമുള്ള പദ്ധതികൾ ഉണ്ടോ? ഇപ്പോഴും രാവിലത്തെ അത്ര ഇല്ലെങ്കിലും ഒരു വലിയ പങ്ക് യുവജനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണോ? അഭിലാഷ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJPയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ റോട്ടിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവിടെ മുഴുവൻ CJP അനുകൂലിക്കുന്ന ആളുകൾ നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇവർക്ക് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അനുമതി നൽകിയില്ല. തുടർന്ന് പോലീസ് പലതവണയാണ് ഈ വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് നേരെ ഇതേ റോഡിൽ വെച്ച് ലാത്തി ചാർജ് നടത്തുകയും അതോടൊപ്പം തന്നെ അവരെ ഓടിച്ചു വിടുന്ന രീതിയിലേക്കുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും അറിയേണ്ടത് അഭിജിത് ദീപ്കെ ഉൾപ്പെടുന്ന CJP നേതൃത്വം എന്താണ് ഭാവി പരിപാടി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. കാരണം ഇന്ന് എന്തായാലും അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനം ഒഴിയുന്നത് വരെ ജന്തർ മന്ദർ വിട്ടു പോകില്ല എന്നത് തന്നെയാണ്. ആ നിലപാടിനൊപ്പം തന്നെ നിരവധി പേർ അദ്ദേഹത്തിനൊപ്പം ഇവിടെയുണ്ട്. സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് ഈ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉപവാസം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് അഭിജിത് ദീപ്കെ കുറച്ചുകൂടി ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന, അതായത് സമരം ആരംഭിച്ച 40ാമത്തെ ദിവസം എത്തി നിൽക്കുന്ന ഈ പാർലമെന്റ് മാർച്ചിൽ നിന്ന് സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും നിരവധി യുവാക്കൾ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന നിരവധി യുവാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. ഞാൻ ഇന്ന് ഈ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തുണ്ടായ സംഭവ വികാസങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ എന്ന നിലയിൽ കൂടി ഞാൻ പറയട്ടെ. കാരണം വളരെയധികം പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു അവരുടെ ഒരു ഇച്ഛാശക്തിയെ തകർക്കാൻ എന്നും കൂടി വേണം പറയാൻ. കാരണം വിദ്യാർത്ഥികൾ ഒരു രാഷ്ട്രീയ കൊടിയും ഇല്ലാതെയാണ് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ കാണുന്ന വാഹനത്തിലായിരുന്നു അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകൾ പാർലമെന്റിലേക്ക് മാർച്ചിന്റെ ഒപ്പം പോകാൻ വേണ്ടി നിന്നിരുന്നത്. ഇവർക്ക് ഇവിടെ ലഭിച്ചിരുന്ന ആ വൈദ്യുതിയും വെള്ളവും അടക്കം പോലീസ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ കാണുന്ന ചെരുപ്പുകൾ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇട്ടിരുന്ന, അതായത് ഇവിടെ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയവർ ഇട്ടിരുന്ന ചെരുപ്പുകളാണ്. ആ ലാത്തി ചാർജിനിടയിൽ ഊരിയിട്ട് ഓടേണ്ടി വന്ന ചെരുപ്പുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ആ ഷൂസും അതോടൊപ്പം തന്നെ ഈ ഒരു ലോറിയുടെ ഒരു ദൃശ്യം കാണുകയാണെങ്കിൽ ഇതിന്റെ കാറ്റ് അഴിച്ചുവിട്ടത് പോലീസാണ്. അതായത് ഈ ലോറി മുന്നോട്ട് പോകാതിരിക്കാൻ ഇതിന്റെ കാറ്റ് അഴിച്ചുവിട്ടു. ഇതിന്റെ ചില്ലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ലോറിയിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതിന്റെ ചില്ലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു ഉള്ളിലേക്ക് വാഹനത്തിനാകെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ ലോറി ആകെ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വാഹനം ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകരുത് എന്ന് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. വാഹനം ആകെ അടിച്ച് തകർത്ത ഒരു നിലയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ലോറിയോട് മാത്രം ചെയ്തതല്ല, ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരോടും സമാനമായ നിലയിൽ തന്നെയായിരുന്നു എന്തായാലും പോലീസിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. കാരണം ഇതിൽ പലർക്കും രാഷ്ട്രീയം പോലും ഇല്ല. ഈ ആഹ്വാനം ഏറ്റെടുത്ത് സമൂഹ മാധ്യമങ്ങളിലെ ഈ കൂട്ടായ്മ വഴിയെല്ലാം എത്തിയവരാണ്. എന്തായാലും ജന്തർ മന്ദറിൽ ആശുപത്രിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വിവരം 25 പേർ രാംമനോഹർ ലോഹ്യ ആശുപത്രിയിലുണ്ട്. ഒരാളുടെ നില ഗുരുതരാവസ്ഥയിലാണ്. 11 പേരുടെ നില റെഡ് സോണിലാണ്. 60 പേരെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നതാണ് എന്നാണ് RML ആശുപത്രി പറയുന്നത്. ഇതിൽ ഈ പറയുന്ന 25 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ പ്രക്ഷോഭകരാണോ അതോ പോലീസുകാരുണ്ടോ? പോലീസുകാർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് വൃത്തങ്ങളും അറിയിച്ചിരുന്നു.
അഭിലാഷ്, തീർച്ചയായും. കാരണം നമുക്കറിയാം, രാജ്യം ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം രാജ്യ തലസ്ഥാനത്ത് കണ്ടത് കർഷക സമരത്തിന്റെ കാലത്തായിരുന്നു. അന്ന് ITO ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ്. ITO ജംഗ്ഷനിൽ കർഷകർ ട്രാക്ടറുകളുമായി എത്തുകയും തുടർന്ന് കർഷകരെ പോലീസ് ആക്രമിക്കുകയും എല്ലാം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെ ചെറുക്കാൻ കർഷകർ നടത്തിയ നീക്കമുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ നിരവധി പേർക്ക് അന്ന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമാനമായ നിലയിൽ തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ ഈ ഒരു വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള ഈ ഒരു മാർച്ചിലും ഉണ്ടായിട്ടുള്ളത്. കാരണം പോലീസിന്റെ ലാത്തിചാർജിൽ ഗുരുതരമായി പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അല്പസമയം മുൻപ് നമ്മളോടൊരു പെൺകുട്ടി പ്രതികരിച്ചത് തന്റെ ഉടുവസ്ത്രം വലിച്ചു കീറി തന്റെ നെഞ്ചത്ത് കാൽ വെച്ച് ചവിട്ടി, ഒരു നിമിഷം എന്തായാലും കാൽ വെച്ച് ചവിട്ടി എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇത് കാണിക്കാമോ എന്നറിയില്ല. ഇത് ഈ രീതിയിലൊക്കെയാണ് പരിക്കുകൾ, ഈ രീതിയിലൊക്കെയാണ് വിദ്യാർത്ഥികൾക്കേറ്റ പരിക്കുകൾ. പോലീസുകാർക്ക് കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ, ഈ നിലയിലാണ് വിദ്യാർത്ഥികൾക്ക് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ പലരുമുണ്ട്. കൂടാതെ ഈ കനത്ത ചൂടിൽ ഈ റോട്ടിൽ ഇവരെ ഉപരോധിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ഇവരെ ഇവിടെ വളഞ്ഞിട്ട നിലയിലായിരുന്നു പോലീസ് ഇവരെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി നിരവധി പേർക്ക് ബോധക്ഷയം ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും പോലീസിനെതിരായ വിദ്യാർത്ഥികളുടെ കല്ലേറും ഒരുപോലെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതും തീർച്ചയാണ്. എന്തായാലും രാത്രിയിൽ വലിയ തോതിൽ അവിടെ വിദ്യാർത്ഥികൾ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ അവിടെ നിന്ന് മടങ്ങില്ല എന്ന ശക്തമായ പ്രഖ്യാപനം അവർ നടത്തുകയും ചെയ്യുന്നു. വളരെ വളരെ സങ്കീർണമാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കൂടെയുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിഷ്ണു? അതിനുശേഷം ഞാൻ ചോദ്യത്തിലേക്ക് തന്നെയാണ് അത് അഭിലാഷ്. അദ്ദേഹം എന്താണ് പറയുന്നത്? എന്താണ് അഭിജിത്ത് ദീപ്കെ തന്നെയാണ് ഇവിടെ വീണിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയാം, രാവിലെ തൊട്ട് തന്നെ ഈ കനത്ത ചൂടിനെ എല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും മോശമായിരിക്കുന്നു. കഴിഞ്ഞ 40 ദിവസമായി ഡൽഹി ജന്തർ മന്ദറിൽ അഭിജിത്ത് ദീപ്കെയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സമരം നടന്നിരുന്നത്. ഇന്നാണ് അദ്ദേഹം തന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഉപവാസത്തിനും ഈ നിരാഹാര സമരത്തിനും ഇടയിൽ അഭിജിത്ത് ദീപ്കെ ആകെ തളർന്നിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ നിരാഹാരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിൽ കഴിഞ്ഞ് ഇന്ന് ഈ പകൽ മുഴുവനും ഇവിടെ പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് നിന്ന് സംസാരിച്ച് അതേ ജന്തർ മന്ദർ റോഡിൽ തന്നെ അഭിജിത്ത് ദീപ്കെ തളർന്നു വീഴുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രവർത്തകരും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമരത്തിന് നേതൃത്വം നൽകിയ അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന അഭിജിത്ത് ദീപ്കെ തന്നെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ തന്നെ വളരെ മോശം. തീർച്ചയായും വിഷ്ണു അവിടെ തുടരണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചില ദേഹാസ്വാസ്ഥ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്, അഭിജിത്ത് ദീപ്കയ്ക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ തുടരാം. ശ്രീ പത്മനാഭൻ, ഈ നിലയിലാണ് പോലീസ് ആക്രമിച്ചിട്ടുള്ളത്. അനുമതിയില്ലാതെ സെൻസിറ്റീവ് സോണിലേക്ക് പ്രകടനം നടത്തിയാൽ പോലീസിന് തടയണ്ടേന്നൊക്കെ ചോദിക്കാം. അതിനപ്പുറത്ത് അതിനിഷ്ഠൂരമായ വിധത്തിൽ അവർ വന്ന ലോറിയൊക്കെ പോലീസ് തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ യുവജനങ്ങൾ എത്ര വന്നാലും അവരെ തല്ലി ഒതുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ, അങ്ങനെ തല്ലി ഒതുക്കാം എന്ന് വിചാരിച്ച ഭരണാധികാരികൾ ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് നേരിടേണ്ടി വന്ന ഹീറ്റ് എന്ന് പറയുന്നത് അവർക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതൊരു ചരിത്രവും വർത്തമാനകാലത്ത് ബോധ്യമുള്ള കാര്യവുമാണല്ലോ അല്ലേ? ഞങ്ങളെ ഭാവി ആലോചിച്ച് അഭിലാഷ് ബുദ്ധിമുട്ടണ്ട. അല്ല, ഞങ്ങളെ ഭാവി ആലോചിച്ചിട്ടേ അഭിലാഷ് ബേജാറാവണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ CJP എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി വേഷം മാറി വന്നതാണ്. ആം ആദ്മി പാർട്ടിൻ്റെ ഭാരവാഹിയായിരുന്നു ഈ അഭിജിത്ത് ദീപ്കെ. എന്താ ഇപ്പം ആം ആദ്മി പാർട്ടിൻ്റെ പേരിൽ വരാത്തത്? ഇപ്പം വരാൻ പറ്റൂല. കാലണക്കി വില ഡൽഹിയിലില്ല. 100 കോടി റുപ്യേൻ്റെ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് മൂപ്പര് വരെ തോറ്റ് നാട് വിട്ട് പഞ്ചാബ് പോയി താമസിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഈ ആം ആദ്മി പാർട്ടിയും SFIക്കാരും ഐസയും ഒക്കെയാണ്. അതായത് പണ്ട് ഡൽഹി JNUവിൽ ഭാരത് തേരെ ടുക്കഡേ ടുക്കഡേ ഹോഗേ എന്ന് വിളിച്ച അഫ്സൽ ഷർമിന്ദാ ഹേ തേരാ കാഫിൽ അബി ജിന്ദാ ഹേ എന്ന് വിളിച്ച കൂട്ടരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. മിനിഞ്ഞാന്ന് അവിടെ വിളിച്ച മുദ്രാവാക്യം എന്താണ്? സിർഫ് അള്ളാ കി നാം രഹേഗ, സിർഫ് അള്ളാ കി നാം രഹേഗ എന്ന് വിളിച്ചവരാ. ഈ മെഞ്ഞാന്ന് അവിടെ വിളിച്ച മുദ്രാവാക്യ. ഇതൊക്കെ വേഷം മാറി വന്ന ആം ആദ്മി പാർട്ടിക്കാരാണ്.
ഇതിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പേരിൽ ഡൽഹിയിൽ ഇപ്പോൾ സമരം ചെയ്ത ആളെ കിട്ടൂല. കാരണം എന്താ, ആം ആദ്മി പാർട്ടി അത്രയും നിലവാരം കുറഞ്ഞ് 100 കോടി റുപ്യേൻ്റെ ബംഗ്ലാവ് ഉണ്ടാക്കി നാണം കെട്ടി കിടക്കുകയാണ്. പിന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ പറഞ്ഞു ഞങ്ങൾ ജനകീയ സമരം നടത്തിയിട്ടില്ല. എൻ്റെ കോൺഗ്രസ്സുകാരാ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. 17 മുഖ്യമന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും 300 ചില്ലാൻ MP-മാരും 2000 MLA-മാരും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയതേ ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കോടൊപ്പം നിന്ന് സമരം ചെയ്തിട്ടും അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ടാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ നിങ്ങൾ ലേശം ബുദ്ധിമുട്ടും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് BJPക്ക് ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനമില്ല. ഇത് എങ്ങനെയോ ഓട് പൊളിച്ച് വന്നതാ. ഇതൊക്കെ എന്താ അറിയോ, ഈ ഒരു നെഹ്റു കുടുംബത്തിനൊരു ചിന്താഗതി ഉണ്ട്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് എൻടൈറ്റിൽമെന്റ്, എന്താ പറയുക, മെന്റാലിറ്റി ഓഫ് എൻടൈറ്റിൽമെന്റ്. ഇത് ഞങ്ങളേതല്ലേ, ഇത് നിങ്ങളേതൊന്നല്ല. ഇത് ഈ രാജ്യത്ത് ആർക്കും ഇരിക്കാം. ഇപ്പൊ ഒരു ചായക്കടക്കാരന്റെ മോനാ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ലേശം വിഷം നിൽക്കട്ടെ അങ്ങനെ പോവല്ല, നിൽക്കട്ടെ. 3-4 ആൾ സംസാരിച്ചല്ലേ. അപ്പൊ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ട്. ഈ കോൺഗ്രസ്സുകാർ ഈ എന്താ പറയുക, ഈ ഇപ്പൊ പറഞ്ഞല്ലോ കോൺഗ്രസ് BJPക്ക് മറ്റേ വിദ്യാർത്ഥി സംഘടന ഇല്ലാന്ന്. NSUക്കാരൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജയിച്ച കാലം മറന്നുപോയില്ലേ? ABVP ജയിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? നിങ്ങൾ ജയിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെ പാർട്ടി NSU മറന്നു പോയാൽ ഡൽഹിയിൽ കുട്ടികളെ കിട്ടുമോ? NSU ഡൽഹി യൂണിവേഴ്സിറ്റി ജയിച്ച കാലം എത്രയായി? ഇതൊക്കെ ABVP ആണെന്ന് അവിടുത്തെ വിദ്യാർത്ഥി സംഘടന എല്ലാ തെരഞ്ഞെടുപ്പിലും അവരാ ജയിക്കുന്നത്. അവിടുത്തെ 7 പാർലമെന്റ് സീറ്റും ഞങ്ങൾക്കാ, അവിടുത്തെ അസംബ്ലി ഞങ്ങളെടുത്താ, അവിടുത്തെ കോർപ്പറേഷൻ മേയർ ഞങ്ങളാ, ഡൽഹിയിൽ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഞങ്ങളാ. ഈ സമരം ചെയ്തത് ആരാണ്? ഇവരൊക്കെ എവിടുന്ന് വന്നതാണ്? ഇവരൊക്കെ ഇത് പാർട്ടിക്കാരാണ്? ഇവരെ എന്താണ് ഇവിടെ രാഷ്ട്രീയം? നിങ്ങൾ ചർച്ചാ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ധൈര്യമുണ്ടോ? വാഗ്വാദം വേണ്ട, നമ്മുടെ മുമ്പിൽ വിഷയങ്ങളുണ്ട്. വാഗ്വാദം വേണ്ട. ഒരു സെക്കൻഡ്, അദ്ദേഹത്തെ കൊണ്ട് കണ്ണൂടിയിരിക്കാം. ഈ സമരവുമായി പരീക്ഷയുടെ തട്ടിപ്പിനെ പറ്റി അഭിപ്രായം ശരി, അല്ലല്ല, അതിന്റെ ആവശ്യമില്ല. തർക്കം വേണ്ട, വാഗ്വാദം വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി, അല്ല, അതിന്റെ ആവശ്യമില്ല. വേണ്ട, ഇയാളെ വിളിച്ച് ഞാൻ ഉടക്കി തരാം. ശ്രീ പത്മനാഭൻ, ഞാൻ ചോദിച്ച ചോദ്യം അല്ല, ഇല്ല, അങ്ങനെ വേണ്ട. അങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാനൊന്ന് മുഴുമിക്കട്ടെ. ശരി, കംപ്ലീറ്റ് മുഴുമിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് സ്വന്തമായി ഒരു മുനിസിപ്പാലിറ്റി പോലും ഭരിക്കാത്ത CPI-ക്കാരും ഇതൊക്കെ പറയാ. ആദ്യം ഒരു മുനിസിപ്പാലിറ്റി സ്വന്തമായി ജയിക്കിട്ടോ CPI-ക്കാരാ, എന്നിട്ട് വർത്താനം പറയും. അല്ലാതെ ഒരു മുനിസിപ്പാലിറ്റി എങ്ങനെയാ ജയിച്ചതെന്നുള്ളത് സമീപകാല കേരള ചരിത്രമാണ്. ശരി, അല്ല, ഇനിയിപ്പോ വേറെ തർക്കങ്ങളിലേക്ക് പോകണ്ട. നമുക്ക് വിഷയങ്ങളുണ്ട്. പ്ലീസ്, ചരിത്രം മാത്രമല്ല, ഭൂമിശാസ്ത്രം കൂട്ടിക്കോ. ശരി, ആവട്ടെ. ഇവിടെ ശ്രീ ദിനുവെയിൽ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ സമീപകാല ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ 2015-16 JNU കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ അഭിജിത്ത് സംസാരിക്കുകയാണ്. അത് ഒരു തത്സമയ ദൃശ്യമാണ്. ഒന്ന് കുറച്ച് അപ്പ് ചെയ്താൽ എന്താണ്? उनके लिए हम ताली बजा रहे जो आज उन्होंने बेहतरीन काम करा है बच्चों का सर फोड़ने का। आपको पसंद आ गया दिल्ली पुलिस का? जी, बच्चों का सर फोड़ा गया है, लड़कियों की छाती पर पैर रखा है। बहुत ही बेहतरीन काम किया है दिल्ली पुलिस ने। नारे नहीं, अरे नारे नहीं, ताली बजाइए उनके लिए, ताली बजाइए। बस रुक जाओ, ये रुक जाइए। रुक जाओ।
सारे लोग यहीं रुक जाइए। एक्सेलेंट सर, एक्सेलेंट जॉब, सैल्यूट सैल्यूट सैल्यूट, एक्सेलेंट जॉब। भी दे दूं, अवार्ड वगैरह भी रहेगा। आप हमें मत दिखाइए, आप पुलिस वालों को दिखाओ। യെസ്, അവിടെ എന്തായാലും സമരം പുരോഗമിക്കുകയാണ്. രാത്രിയിലും ആദർശം സജി SFIയുടെ ദേശീയ അധ്യക്ഷൻ നമ്മോടൊപ്പം ഉണ്ട്. ആദർശ് നിരാഹാര സമരത്തിലായിരുന്നു, ഇന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചതേ ഉള്ളൂ. ആദർശ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് മുഖ്യ ആവശ്യം. പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ ഇതുവരെയും വഴങ്ങിയിട്ടില്ല. വലിയ തോതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ ഇപ്പോഴും ഡൽഹിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. സമരം എങ്ങനെ മുന്നോട്ട് പോകും? മ്യൂട്ടാണ് ആദർശം, മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് സംസാരിക്കും. കട്ടായെന്ന് തോന്നുന്നു. ആദർശ് ശരിയാവുമ്പോൾ ഞാൻ ആദർശിലേക്ക് വരാം, അല്ലെങ്കിൽ ടെലിഫോണിൽ കണക്ട് ചെയ്താലും മതി. ദിനു, ഇവിടെ വിദ്യാർത്ഥി സമരത്തെ പലതരത്തിൽ ചാപ്പ കുത്താം. ടുക്ഡെ ഗ്യാങ് ആണെന്ന് പറയാം. അങ്ങനെയാണ് 2016 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചിത്രീകരിച്ചത്. അതിന് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. പിന്നീട് കർഷക സമരം, അതിനു മുമ്പ് പൗരത്വ പ്രക്ഷോഭം. ഈ സമയങ്ങളിലൊക്കെ പലതരത്തിൽ കർഷക പ്രക്ഷോഭത്തിന് ഈ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ചാപ്പ കുത്തിയെങ്കിൽ പൗരത്വ പ്രക്ഷോഭത്തിന് ഇസ്ലാമിസ്റ്റ് ചാപ്പ കുത്തി കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ പ്രക്ഷോഭം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കളേഴ്സ് ഇല്ലാത്ത പ്രക്ഷോഭമാണ്. എല്ലാ ആശയധാരയിലുമുള്ള ആളുകൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകാലത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അനായാസം ഇങ്ങനെ ടാഗ് ചെയ്ത് മാറ്റി നിർത്തിയതുപോലെ, എന്നിട്ട് അന്വേഷണ ഏജൻസികളെയും സർക്കാർ സംവിധാനങ്ങളെയും അവർക്ക് മേൽ ഉപയോഗിച്ചതുപോലെ എളുപ്പത്തിൽ ഈ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനകത്ത് BJP എത്രത്തോളം വിഷമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്ന് അവിടെ BJPയുടെ സാമ്പിളായിട്ടിരിക്കുന്ന പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഒരു കാലത്തും ഒരു ശാഖയ്ക്കകത്തും നമുക്ക് കാണാത്തത്ര ഇന്ത്യൻ പതാകകൾ, ദേശസ്നേഹികളുടെ കുത്തക ഏറ്റെടുത്ത മനുഷ്യന്മാരാണല്ലോ. ഒരു കാലത്ത് ഒരു ശാഖയിലും വിളിക്കാത്ത ജയ്ഭീമും മഹാത്മാഗാന്ധിയെ കുറിച്ചുമുള്ള മുദ്രാവാക്യങ്ങളും എല്ലാം ഒന്നിച്ച് വിളിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന അനേക കാര്യങ്ങളുള്ള ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമരത്തിനിടയിൽ അള്ളാഹുവിൻ്റെ പേര് ഒരിക്കൽ ഉച്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതസ്ഥരും, ബുദ്ധസന്യാസി തൊട്ട് ഇങ്ങോട്ടേക്ക് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമരവേദിയെ കുറിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ അതൊരു ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പത്മനാഭന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ ഒരിക്കൽ പോലും അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചോ ഇന്ത്യയിലെ അക്കാഡമിക് ഫ്രീഡത്തിനെ കുറിച്ചോ നീറ്റ് എക്സാമിൽ വന്ന പാളിച്ചകളെ കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സംസാരിച്ചത് ഏറ്റവും സുരക്ഷാ ഘട്ടത്തിലേക്ക് പോയതിന്റെ പ്രശ്നമാണ്. സമരം ചെയ്യുന്നവർ സമാധാനപരമായി സമരം ചെയ്യുന്നതിന് BJPക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. രണ്ടാം ഘട്ടത്തിൽ ഉള്ളിൽ ഒളിച്ചത് എന്താണ്, അത് വായിലൂടെ തന്നെ പുറത്തു വന്നു. എങ്ങനെയാണ് കൃത്യമായി ഇന്ത്യയിലെ ജനാധിപത്യ സമരങ്ങളെ ഇവർ ഭയക്കുന്നതെന്നും അവയെ വർഗീയമായി ചാപ്പയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നത് വളരെ കൃത്യമായി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോ BJP എങ്ങനെയാണ് ഡെവലപ്മെന്റ് പ്രശ്നങ്ങളെ, വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ നേരിടുന്നത് എന്നതിന്റെ പൊട്ടന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചർച്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രസാദ് അടക്കമുള്ള, നിർമ്മല സീതാരാമൻ അടക്കമുള്ള ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസവും അടക്കമുള്ള അനേകം വകുപ്പുകൾ കൈയടക്കുന്ന BJPയുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും മക്കൾ പഠിക്കുന്നത് വിദേശത്താണ്. ആ വിദേശത്ത് പഠിക്കുന്നത് അവരുടെ ചോയ്സ് ആയിക്കോട്ടെ, അതിലെനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആ ചോയ്സ് അവരെടുക്കാൻ കാരണം എന്ന് പറയുന്നത് അവിടെ കൂടുതലായി ലഭിക്കുന്ന അക്കാഡമിക് ഫ്രീഡവും അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റിയും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും കൊണ്ടാണ് അന്യ ദേശത്തേക്ക് ദേശസ്നേഹികളായ ആളുകളുടെ മക്കൾ പോകുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമുണ്ടല്ലോ, അത് ഇന്ത്യയിലെ സാധാരണ കർഷകന്റെ കുട്ടിക്കും ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഓരോ തൊഴിലാളിയുടെ കുട്ടിക്കും അതേ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതാണ് നാം ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് ലോകത്ത് 2026 പുറത്തിറക്കിയിട്ടുണ്ട്. ഫെഡ്രിച്ച് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയും വീഡം യൂണിവേഴ്സിറ്റിയുമാണ്. ഇനി ഇത് ഏതെങ്കിലും മുസ്ലിം പേരുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇതേതോ മുസ്ലിം ഫണ്ടിങ്ങിലൂടെയാണെന്നും ചൈന പേരുള്ളതാണെങ്കിൽ ചൈന ഫണ്ടിങ്ങിലൂടെയാണെന്നും ഇപ്പൊ പത്മനാഭൻ വിളിച്ചു പറയുമല്ലോ. പക്ഷെ അത് രണ്ടുമല്ല, വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെയാണ്. ഈ ഗവേഷകർ നടത്തിയത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം റിസർച്ചിനും ടീച്ചിങ്ങിനും ഫ്രീഡം ഉണ്ട്. 2, അക്കാഡമിക്കൽ ആൻഡ് ഫ്രീഡം കൾച്ചറൽ എക്സ്പ്രഷന് എത്രത്തോളം ഫ്രീഡവും ഔചിത്യവും ഉണ്ട്. 3, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി എത്രത്തോളം ഉണ്ടെന്ന്.
179 രാജ്യങ്ങളെ പഠിച്ചതിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് 156ാമത്തെ സ്ഥാനത്താണ്. 10-20% ബോട്ടം ലൈനിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഈ അക്കാഡമിക ഫ്രീഡം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ പ്രശ്നം. അതിൽ പ്രതിക്കൂട്ടിൽ തീർച്ചയായിട്ടും BJP ഗവൺമെന്റ് നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2014 മുന്നേ CBSE അടക്കമുള്ളവ UGC ഒരു കോളേജിൽ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഉള്ള UGC നെറ്റ് അടക്കമുള്ള പരീക്ഷകൾ നടക്കുന്ന രീതി കൂടി അഭിലാഷ് ഇപ്പൊ നോക്കണം. ഞാനൊരു സോഷ്യോളജി അധ്യാപകനാണ്. ഈ കഴിഞ്ഞ സോഷ്യോളജി നെറ്റ് പരീക്ഷയ്ക്കകത്ത് അക്ഷരത്തെറ്റുകൾ എന്നല്ല നമ്മൾ അവരെ വിളിക്കേണ്ടത്. പാർസൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനെ പൗസൺ എന്നാണ് വിളിക്കുന്നത്. ഗുറേ എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ ഗുനിയ എന്നാണ് വിളിക്കുന്നത്. AR ദേശായി AK ദേശായി എന്നും റിറ്റ്സലിനെ പത്സർ എന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 50%-ലധികം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിറയെ പിശക്കുകളാണ്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാത്രമല്ല, നിരന്തരം ഹിന്ദിവാദം ഉയർത്തുന്ന BJP ഉണ്ടല്ലോ. ഹിന്ദി ട്രാൻസ്ലേഷൻ ചോദ്യങ്ങൾ വായിച്ച വിദ്യാർത്ഥികൾക്ക്, ഹിന്ദി നാടുകളിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷ പോലും കൃത്യമായി എഴുതാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കകത്ത്, സൈക്കോളജിയുടെ പരീക്ഷയ്ക്കകത്ത് 60-70% ചില കോച്ചിങ് സെന്ററുകൾ മാത്രം കൊടുക്കുന്ന ചോദ്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. മാസം 50,000 രൂപയോളം സ്റ്റൈഫൻഡ് വാങ്ങുന്ന, 5 വർഷത്തേക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്ന, തുടർന്ന് അധ്യാപകനാവാനുള്ള ഒരു യോഗ്യത നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് നടപ്പിലാക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണോ നടപ്പിലാക്കേണ്ടതെന്നുണ്ട്. പാർലമെന്റ് പാസ്സാക്കുന്ന യാതൊരു രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ലാത്ത NTA പോലുള്ള ഒരു ബോഡി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവർ അനിശ്ചിതത്തിലാക്കുന്നത്. ഇത് ഇന്നത്തെ ഇന്ത്യയെ സവർണവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, സാഫ്രണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒറ്റ കാര്യം കൂടെ അഭിലാഷ്, നോക്കൂ, ഇവിടെ UGC റെഗുലേഷൻ, കാസ്റ്റിനെതിരെയുള്ള UGC റെഗുലേഷനെതിരെ സമരം നടന്ന എത്ര വിദ്യാർത്ഥികൾക്ക് കാഷ്വാലിറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ഈ രീതിയിൽ എത്ര വിദ്യാർത്ഥികളെ മെട്രോ അടിച്ചുകൊണ്ട് ഇവർ ഇതാക്കിയിട്ടുണ്ട്? സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ മുടി പിടിച്ചു വലിച്ച പോലെ എത്ര പേർക്ക് ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ധർമ്മേന്ദ്ര പ്രസാദ് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. കോടതി ഉത്തരവ്, ഇന്ററിം ഓർഡറും കൂടെ വന്നതോടുകൂടി കൃത്യമായ നടപടി ഉണ്ടായി. ആ വിദ്യാർത്ഥികൾക്ക് ഒരു അന്തസ്സും, ഇവിടെ സമരം ചെയ്യുന്ന മറ്റു വിദ്യാർത്ഥികളോട് മറ്റൊരു അന്തസ്സും ഇരട്ട നീതിയും കാണിക്കുന്ന ഭരണകൂടം വളരെ കൃത്യമായി കൊണ്ട് അവർക്ക് വേണ്ട വിദ്യാർത്ഥികളും വേണ്ടാത്ത വിദ്യാർത്ഥികളുമായി തരംതിരിക്കുന്നുണ്ട്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, എന്തുകൊണ്ട് CJP പോലെ ഒരു പാർട്ടി ഉണ്ടാവുന്നു? എന്തുകൊണ്ട് അഭിജിത് ദീപ്കെ പോലെയുള്ള നേതാക്കൾ ഉണ്ടാവുന്നു? ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക്, അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക്, അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ സർക്കാരിനോട് നേർക്കുനേർ ചോദ്യങ്ങൾ ചോദിക്കാൻ, ഇതുപോലെ പോലീസിനെ, ടിയർ ഗ്യാസിനെ, ബാരിക്കേഡിനെ നേരിടാൻ ആർജവം നിങ്ങളുടെ അടക്കം പാർട്ടികൾ കാണിക്കാത്തത് കൊണ്ടല്ലേ പുതിയ രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തുണ്ടാവുന്നത്? അല്ല, എന്തിനാണ് അഭിലാഷ് നമ്മൾ ആ രീതിയിൽ കാണുന്നത്? എത്രയെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാവട്ടെ, അവർ ഉയർത്തുന്ന വിഷയത്തെയല്ലേ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ NSU ആവട്ടെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളാവട്ടെ, അവർ വിഷയത്തെ ഉയർത്തി അവർ വ്യത്യസ്തമായ സമരം ചെയ്യുന്നു. ഇപ്പൊ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വരുന്നു, അവർ സമരം ചെയ്യുന്നു. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച അന്നാ ഹസാരെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ്, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ആം ആദ്മി പാർട്ടി വന്നു. അവരുണ്ടാവട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ട് ഇന്ന് ഞങ്ങൾ NSU ആയി ഈ സമരത്തെ കാണട്ടെ, ഈ സമരത്തെ കണ്ടുകൊണ്ട് അവരുടെ അല്ലെങ്കിൽ SFI ഈ സമരത്തെ കാണട്ടെ, അവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ. അല്ലാതെ ഞാനിതിനെ നെഗറ്റീവായിട്ട് കാണുന്നില്ല, പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം ഇവർ ഉന്നയിക്കുന്നത് അഭിലാഷ ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ ക്ലാരിറ്റി ആണല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ ആഗ്രഹിച്ചെന്താണ്? BJP ഭരിക്കുന്ന പാർട്ടിക്ക്, ഒരുപാട് സ്ഥലത്ത് ഭരിച്ചു എന്ന് പറയുന്ന ആ പാർട്ടിക്ക് ഈ വിഷയത്തിനോടുള്ള ഒരു നിലപാടല്ലേ നമ്മൾക്ക് കിട്ടേണ്ടത്? BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നു ഇത്ര നേരമായിട്ടും ഈ നീറ്റ് പരീക്ഷയെ പറ്റി ഒരു അക്ഷരം അദ്ദേഹം മിണ്ടിയോ? CBSE പരീക്ഷയെ പറ്റി അദ്ദേഹം മിണ്ടിയോ? UGCയിൽ നിന്ന തട്ടിപ്പുകളെ പറ്റി അദ്ദേഹം മിണ്ടിയോ? ഒരു വാക്ക്, ഇതാണ് ഞങ്ങളുടെ ഇഷ്യൂ, ഇതിനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ നമ്മൾക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം, ഞാൻ BJPയുടെ പ്രതിനിധി ഡയറക്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഡയറക്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ. നിങ്ങൾ തുടക്കം കുറിച്ചത് കൽക്കരി അഴിമതിയെ പറ്റിയും 2G അഴിമതിയെ പറ്റിയും പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ, 12.5 വർഷമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. 2G അഴിമതിയിൽ, കൽക്കരിപ്പാടം അഴിമതിയിൽ, ഒളിമ്പിക് ഫെഡറേഷൻ സുരേഷ് കൽമാഡിയെ ജയിലിലിട്ട അഴിമതിക്കകത്ത് ഇന്നേ വരെ ഒരാളെ ജയിലിലടയ്ക്കാൻ, ഒരാളെ അതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ ഈ BJP ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുകൂടി ശ്രീ പത്മനാഭൻ ഒന്ന് പുറത്തേക്ക് പറയുക. രണ്ടാമത്, 1980 ജനിച്ച ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു ജനകീയ സമരം ഏറ്റെടുത്തതിന്റെ, നിങ്ങൾ ഉണ്ട് എന്നല്ല പറയേണ്ടത്, ഇന്ത്യ രാജ്യം കണ്ട ഏതെങ്കിലും
എന്തെങ്കിലും ഒരു സമരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പത്മനാഭൻ, നിങ്ങൾ ഇവിടെ പറയാം, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യ രാജ്യത്ത് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് വർഗീയത ഉണ്ടാക്കി രാമനെയും കൃഷ്ണനെയും പിടിച്ച് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് മാത്രം അധികാരത്തിൽ വന്നവരാണ് BJP. അതിനുശേഷം നിങ്ങൾ അധികാരത്തിലേക്ക് വന്നത് ആളുകളെ റാഞ്ചിയെടുത്ത് സംവിധാനം ഉപയോഗിച്ച്, സർക്കാർ സംവിധാനം ഉപയോഗിച്ച് EDയും CBIയും NIAയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. യഥാർത്ഥ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വായിൽ പറയുന്നത് അവിടെ ഞങ്ങൾ ഭരിക്കുന്നു, ഇവിടെ ഞങ്ങൾ ഭരിക്കുന്നു. 2000 MLA-മാരുണ്ട് മിസ്റ്റർ പത്മനാഭൻ. 2000 അല്ല, ഈ രാജ്യത്തെ മുഴുവൻ MLA-മാരും ഏതെങ്കിലും ഘട്ടത്തിൽ BJP ആണെങ്കിലും ഇന്ത്യ രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങളെ, ജനകീയ സമരത്തെ, ജനകീയ വിദ്യാർത്ഥികളെ ചെറുക്കാൻ നിങ്ങളുടെ ഭരണ നേതൃത്വത്തിന് കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണ്. ഇന്ന് രാവിലെ കൊണ്ട് നിങ്ങളുടെ പോലീസും നിങ്ങളുടെ പട്ടാളവും വന്ന് അവസാനിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അവസാനിപ്പിക്കേണ്ട ഈ സമരം രാത്രി 8:30 മണിയായിട്ടും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മാത്രമല്ല, ഡൽഹിയുടെ കിലോമീറ്റർ കടക്കുന്ന തെരുവിൽ യുവജനങ്ങൾ കൂട്ടം കൂട്ടമായി അങ്ങോട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തിന്, നിങ്ങളുടെ അസഹിഷ്ണുതയ്ക്കുള്ള മറുപടിയാണ്. ആ മറുപടി നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ആദർശം സജി പൊണ്ണുഷി, ആദർശം എങ്ങനെ സമരം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്? നിരാഹാരം അവസാനിപ്പിച്ചല്ലോ. ശക്തമായി രാജ്യവ്യാപകമായി ഈ സമരം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ചർച്ചകളുടെ ഇടയിൽ ഇതിന്റെ പാനലിസ്റ്റുകളെല്ലാം തന്നെ സംസാരിക്കുന്നത് കേട്ടത് ഇത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമരമായി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 89-ലധികം ചോദ്യപേപ്പറാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോർന്നത്. ഈ പരീക്ഷ, നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ 22 കുട്ടികളാണ് ആത്മഹത്യയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാനും നരേന്ദ്രമോദിയും തള്ളി നീക്കിയത്. 22 കുട്ടികൾ ഈ നീറ്റ് പരീക്ഷ എഴുതി നാളെ ഒരു ഡോക്ടർ ആകേണ്ട, നാളെ നാടിനാകമാനം തന്നെ സഹായമാകേണ്ട വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളി നീക്കിയിട്ടാണ്. എന്തുകൊണ്ട് ഈ സമരം ഇവിടെ നടക്കുന്നു? ഇത്ര സംഘടനകൾ ഇവിടെ ചേരുന്നു. ഈ സമരത്തെ വേറെ നിലയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടി സമരമാണല്ലോ. 22 ലക്ഷം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ആ 22 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവതാളത്തിലായിരിക്കുന്നത്. 22 വിദ്യാർത്ഥികളാണ് ഈ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയത്. ഇത്രയെല്ലാം ചെയ്തിട്ടും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഈ സമരം നടത്തുന്നത് മറ്റേതെങ്കിലും അജണ്ടയോട് കൂടിയാണ്, അല്ലെങ്കിൽ മറ്റ് ഫണ്ടഡിന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അവരുടെ മനസ്സിലില്ല എന്നുള്ളതാണ്. 22 കുട്ടികളുടെ ശവക്കല്ലറയ്ക്ക് മുകളിൽ കസേര ഇട്ടുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം രാജ്യവ്യാപകമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ശ്രീ പത്മനാഭൻ, നീറ്റ് പരീക്ഷ കുളമായി രണ്ടാമത് നടത്തേണ്ടി വന്നു. 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, വസ്തുതയാണ്. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണ്ണയം അബദ്ധത്തിലായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് തീരുന്നത്. ഈ അധ്യയന വർഷം മാത്രം നടന്ന കാര്യങ്ങളാണ്. മറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നത് തൊട്ട് പരീക്ഷകളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടക്കം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഈ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ? എന്താ അഭിലാഷേ നോണ പറയുന്നത്? എത്രയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു? നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തവരെയോ കോച്ചിങ് സെന്റർ നടത്തിയവരെയോ ഒക്കെയാണ്. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചാണ്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തവനെ അറസ്റ്റ് ചെയ്തതാണോ വലിയ കാര്യം? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ പറഞ്ഞോ, ഞാൻ നിർത്തി. ഉത്തരം പറ. നിങ്ങൾ പറഞ്ഞോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അക്കൗണ്ടബിൾ ആകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഞാൻ പറയട്ടെ. പറയൂ. Why are you so intolerant? നിങ്ങൾ ഉത്തരം പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നുണ പറയാ. ഞങ്ങൾ ഒരു നടപടി എടുത്തിട്ടില്ല. ഞാൻ എന്ത് നുണയാ പറഞ്ഞു? അതെ, ഫോട്ടോസ്റ്റാറ്റ് എടുത്തവനെ ജയിലിലിട്ടു, കോച്ചിങ് സെന്റർ നടത്തിയവന്റെ അയൽവക്കത്തെ വീട്ടുകാരനെ അറസ്റ്റ് ചെയ്തു. അതല്ലേ നടപടി? ഞാൻ പറയട്ടെ. ഞാൻ ചോദ്യം മതി, ഉത്തരം വേണ്ട. ഉത്തരം മതി. എത്ര ആളെ ജയിലിലിട്ടു? എത്ര ആളെ ഈ നീറ്റ് പരീക്ഷ ചോർച്ചയുമായി ബന്ധം എത്ര ആളെ ജയിലിലിട്ടു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഇതുപോലെ പ്രസംഗിച്ച ഒരു കനയ്യകുമാർ ഉണ്ടായിരുന്നു. മാഷീട്ട് നോക്കിയാൽ കാണും. ഒപ്പം ആശാൻ എവിടെയാന്ന് വല്ല ധാരണയുണ്ടോ? ഈ കനയ്യകുമാറിന്റെ JNU പ്രസംഗം മാതൃഭൂമി ഇങ്ങനെ കാണിച്ചില്ലല്ലോ. എവിടെ ആളിപ്പോ? എവിടെ? മാഷീട്ട് നോക്കിയാൽ കാണൂല. ബീഹാറിലെ 3 നില ബംഗ്ലാവ് ഉണ്ടാക്കി കൂടുക. 3 നില ബംഗ്ലാവ് ഉണ്ടാക്കി കൂടുക. പിന്നെ ഒരുത്തൻ ഇതേപോലെ ഒരാൾ പ്രസംഗിച്ചിരുന്നു.
ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ എവിടെ 100 കോടി റുപ്യയുടെ ബംഗ്ലാവ് ഉണ്ടാക്കി മുങ്ങി. എൻ്റെ അഭിലാഷേ, ഇതൊക്കെ വേഷം മാറി വന്ന മാരീജന്മാരാ, ആം ആദ്മി പാർട്ടിക്കാരാ, ഐസക്കാരാ, ടുക്കടേ ഗ്യാങ്ങാണ്. ശരി, ഭാരത് തേരെ ടുക്കടേ ഹോഗേ എന്ന് വിളിച്ച വീരന്മാരാ. ഇതൊക്കെ വേഷം മാറി വന്നവർ. അവരൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കൂല. ശരി, എന്തായാലും പാറ്റകളെ പേടിക്കില്ല BJP എന്നാണ് BJP പറയുന്നത്. ഒരു നടപടിയും ഉണ്ടാവില്ല എങ്കിൽ സമരം എങ്ങനെ പുരോഗമിക്കും? അടുത്ത ദിവസങ്ങളിൽ കാണാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.